ഇതെന്തോന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്? നമ്മുടെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി എന്ന. എടാ സ്വാതന്ത്ര്യം അല്ലടാ, സ്വതന്ത്ര സ്ഥാനാർത്ഥി. ഒരു സ്വാ കൂടി നല്ലേ ഉള്ളൂ, അറിയാൻ മാറ്റി എഴുതിയേക്കാം. നീ മാറ്റി എഴുതുമ്പോഴേക്ക് ഇലക്ഷൻ കഴിയും. ഇതെന്തോന്ന് പി കെ പ്രായിൽ നിൽക്കുന്നുള്ള. എടാ പി കെ പ്രഭാകരൻ, അടുത്ത് ഭ, അതായത് ബലൂണിന്റെ ഭ. നല്ല ആളാ പറയുന്നത്. സ്കൂളിൽ പഠിച്ചപ്പോ സ്വന്തം പേര് അബ്ദൂന്ന് എഴുതാൻ പറഞ്ഞിട്ട് അബദ്ധം എഴുതി വെച്ചവരാണ് നീ. ഞാൻ എഴുതിയതല്ലേ അബദ്ധമായുള്ളൂ, നീ ജനിച്ചതേ അബദ്ധമല്ലേ? സുബ്രഹ്മണ്യമ്മയുടെ കരച്ചിലല്ലേ കേക്കണേ? അതെ. എടാ സുബ്രനെ പാമ്പ് കടിച്ചത്. വാ എന്റെ മോനെ പാമ്പ് കൊത്തിക്കൊണ്ട് പോയില്ല. കുളിക്കാൻ പോണു അമ്മയെന്ന് പറഞ്ഞു അമ്പലക്കുളത്തേക്ക് പോയതാണ് മോനെ. കാലിലെന്തോ കടിച്ചു അമ്മയെന്ന് പറഞ്ഞു. പാമ്പാണോ മോനെ ഞാൻ ചോദിക്കേണ്ട താമസം. കിടക്കണ കടുപ്പ് കണ്ടാ വെട്ടിയിട്ട വാഴ പോലെ. അയ്യോ എനിക്ക് ജീവിക്കണ്ടായേ. ഇങ്ങനെ കിടന്ന് കരയാതെ. എടാ നീ വണ്ടി എടുക്കും, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. എന്റെ വണ്ടി എടുത്ത വാടക കിട്ടൂല, നമുക്ക് വേറെ വണ്ടി വിളിക്കാം. നിങ്ങൾ പ്രൊഫൈറ്ററെ വിളിക്കുക. ഏത് കൊടിവശം പ്രഭാകരനെ ഇറക്കും? ശരിയാ, നമുക്ക് പ്രൊഫൈറ്ററെ വിളിക്കാം. നീ ഓട്ടോ എടുക്കും. കാര്യം ചെയ്യും, സൈക്കിൾ എടുത്തോണ്ട് പോയി, ഞാൻ വേറെ വണ്ടി നോക്കാം. ഓശാരം നിനക്ക് അറിഞ്ഞിട്ട പേരാണ്, യാതൊരു സംശയമില്ല. നിങ്ങൾ ആ വഴി തള്ളേ. നിങ്ങൾ ഇങ്ങനെ കിടന്ന് വിളിച്ചു കൂവാതെ. ഒരു പാമ്പല്ലേ കൊത്തിയത്, വേറെ കുഴപ്പമൊന്നും വരില്ല. ആള് ജാവേ ഉള്ളൂ. ദേവിയല്ല, ഞാൻ രഘുവാ. വെളിച്ചപ്പാട് ഇങ്ങനെ പറയടുത്ത് നടന്നു. അവിടെ മോൻ സുബ്രനെ പാമ്പ് കടിച്ച് കിടക്കുക. നമ്മുടെ മോൻ കിടക്കണ കിടപ്പ് കണ്ടാ ഇത്തവണത്തെ ശമ്പളം വാങ്ങുമ്പോ അച്ഛനൊരു പട്ടി വാങ്ങി തരാന്ന് പറഞ്ഞു പോയതല്ലേ. കുളിക്കാൻ പോയി എന്റെ കുട്ടിക്ക് പറ്റിയ ഭഗവതി വെളിച്ചപ്പെട്ട് നിൽക്കുകയാണ്. ശുദ്ധമാക്കരുത്. ഇങ്ങനെ ഒരു കോത്തം കോമർത്തിയാണല്ലോ എനിക്ക് ഭർത്താവായി കിട്ടിയത് എന്റെ ഭഗവതി. വെളിച്ചപ്പാടെ തുള്ളുമ്പോ ശ്രദ്ധിച്ചു തുള്ളണേ, ഇല്ലെങ്കിൽ അണ്ടർവെയർ ഊരി പോകും. ഞാനത് ഇട്ടിട്ടില്ല. ദാ മാവോ വരുന്നു. മാവോ നിന്നെ, നമ്മുടെ സുബ്രനെ പാമ്പ് കടിച്ചു. പ്രവേട്ടനെ എവിടെയെങ്കിലും കണ്ടോ? സാമ്രാജ്യത്വം എന്ന പാമ്പ് കാലങ്ങളായി നമ്മുടെ ഇന്ത്യയെ കൊത്തിക്കൊണ്ടിരിക്കുകയല്ലേ സഖാവേ? ആ വിഷം പ്രഭാകരന് ഇറക്കാൻ പറ്റുമോ? അല്ല മാഷേ, ഈ പ്രഭാകരന് ശരിക്കും വിഷമിറക്കാൻ അറിയോ? അതോ അവൻ അറിഞ്ഞുകൂടാത്ത എന്താന്ന് ചോദിക്കേ. വിഷചികിത്സ, ലാടവൈദ്യം, ദേഹെണ്ണം, ബാധ ഒഴിപ്പിക്കില്ല, അങ്ങനെ സകലമാന തരികയുണ്ട്. അതെ, ജാക്ക് ഓഫ് ആൾ, മാസ്റ്റർ ഓഫ് നത്തിങ്. ഹലോ, എളപ്പാ, അമ്പപ്പം പറപ്പത്തിട്ടേ ഉള്ളൂ. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? നമ്മുടെ വീടിന്റെ മുന്നിൽ നിർത്തി 1 മണിക്കൂർ കൊട്ടിച്ചിട്ട് പള്ളിയിലോട്ട് വിടൂ. കാശ് മുടക്കിയത് നമ്മളല്ലേ. ഇതിൽ മിക്കവാറും പ്രവേട്ടം കാണും. ഇതിന്റെ എങ്ങനെ തപ്പിയെടുക്കാനാണ്. ചാണ്ടി പ്രവേട്ടനെ കണ്ടോ? സുപ്രനെ പാമ്പ് കടിച്ചു. സാരമില്ല, പൊക്കിലിന് താഴെ 10 ഇഞ്ചക്ഷൻ എടുത്താ മതി. അതിന് പട്ടിയല്ല, പാമ്പാ കടിച്ചത്. നിന്നെ പെരുന്നാൾ കൊളാക്കാതെ കൊട്ടി തീർത്തിട്ട് പോടാ. തീർത്തിട്ട് പോടാ. മുഴുവൻ കാശും ഞാൻ മുൻകൂറായി തന്നെ അല്ലേടാ. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ ദുർനയങ്ങൾക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി കെ പ്രഭാകരൻ നടത്തുന്ന 41 ദിവസത്തെ അഖണ്ഡ മഹായജ്ഞം. ദിവസം 1 മണിക്കൂർ വീതം.
പാമ്പ് കടിച്ചു. വേഗം വാ. യജ്ഞം ഒന്ന് തീർന്നോട്ടെ. തീർന്നോട്ടെ, പക്ഷെ അപ്പോഴേക്കും അവന്റെ യജ്ഞം തീരും. ഉറപ്പാണോ? ഉറപ്പാ. കിടക്കണ കിടപ്പ് കണ്ട അറിയാം, രാജവമ്പാലെ കടിച്ചേക്കണത്. പാമ്പ് ഏതാണെന്നൊക്കെ ഞാൻ നിശ്ചയിച്ചോളാം. നീ പോയി ആദ്യം മൈക്ക് എടുത്തോണ്ട് പോവാ. ഈശ്വര അല്ലാ തേരേ നാം സബ്കോ മൈക്ക്. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, പ്രിയമുള്ള വോട്ടർമാരെ, സുബ്രഹ്മണ്യനെ പാമ്പ് എന്ന വിഷജന്തു കടിച്ചത് മൂലം വിഷമിറക്കാനുള്ളത് കൊണ്ട് ഇന്നത്തെ അഖണ്ഡ മഹായജ്ഞം 15 മിനിറ്റ് മുമ്പേ നിർത്തുകയാണ്. ആരും ദുഃഖിക്കരുത്. പകരം നാളെ 15 മിനിറ്റ് കൂടുതൽ നിൽക്കുന്നതായിരിക്കും. വെളിച്ചപ്പാടെ, നിങ്ങളുടെ മോനൊരു കഥയില്ലാത്തവനായിരുന്നെങ്കിലും ആളൊരു പാവമായിരുന്നു. അതുകൊണ്ടാ പറയുന്നത്, ഈ ലാട വൈദ്യന്റെ ലൊട്ടിലൊടുക്ക് പരിപാടിക്ക് നിൽക്കാതെ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോകാൻ നോക്ക്. പാമ്പിന് 7 പല്ലോ. എന്താ പ്രഭാകര, സുബ്രൻ എവിടെ പോയിന്നാ പറഞ്ഞത്? കുളിക്കാൻ വേണ്ടി അമ്പലക്കുളത്തേക്ക് പോയതാണ് മോനെ. കാലുമ്മ എന്തോ കടിച്ചു അമ്മേന്ന് പറഞ്ഞു. പാമ്പാണോ മോനെ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് വെട്ടിയിട്ട വാഴ പോലെ. ഓ, ഒന്ന് നിർത്തുതള്ളേ. അമ്പലക്കുളത്തിൽ എവിടെയാ കൈതമുള്ളു? അതെ, ഇത് പാമ്പ് കടിച്ചൊന്നുമല്ല. കൈതമുള്ളു കാലിൽ കയറിയപ്പോഴേ പേടിച്ച് ബോധം കെട്ട് വീണതാ. കൈതമുള്ളോ? പരീക്ഷിക്കുകയാണോ? ഈ നാട്ടില് കൈതയുള്ളത് വടക്കേപ്പാട്ട് സുശീലയുടെ കുളത്തിൽ മാത്രമാ. ഈ നട്ടുച്ച നേരത്ത് വടക്കേപ്പാട്ട് സുശീലയുടെ കുളത്തിൽ തന്നെ കുളിക്കണം ഇവനെന്താ തോന്നാൻ കാരണം? നാരായണേട്ടത്തിയേ, ചെക്കന് വേഗം ഒരു പെണ്ണ് നോക്ക്, അല്ലെങ്കിൽ കൈതമുള്ളി ഇതേപോലെ ഇനിയും കൊത്തും. ഇങ്ങനെ തുള്ളിയിട്ടൊന്നും കാര്യമില്ല ചേട്ടത്തി. മോന്റെ കമ്പനി അച്ഛന്റെ സ്റ്റെപ്പിനിയാ. നാരായണി അല്ലേ? ഗാന്ധിയൻ PK പ്രഭാകരന്റെ ഉജ്ജ്വല വിജയത്തോടനുബന്ധിച്ചുള്ള ആട്ടിൻ പാലൊഴിച്ച ചായ സൽക്കാരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. ഇതാരാ? വടക്കപ്പെട്ട സുശീലല്ലേ വരുന്നത്? വടക്കപ്പെട്ട സുശീലയ്ക്ക് അല്പം വഴി കൊടുക്കും. കടന്നു വരൂ, കടന്നു വരൂ. ടിപ്പർ ലോറിയുടെ അടിയിൽ ലാംബി സ്കൂട്ടർ പെട്ടാലുള്ള അവസ്ഥ അറിയാലോ. എന്നപ്പോ നിങ്ങളെ മോ സുബ്രന്തി അവിടെ ഉണ്ട്, വിളിക്കണോ? 2 ബോണ്ട എടുക്കട്ടെ സുശീല. ഒരു കയ്യിൽ എത്ര എണ്ണോടാ ഇരിക്കുന്നത്? നമ്മുടെ മെമ്പർ എല്ലാവരും ഹാപ്പി ആണല്ലോ അല്ലേ? ചാരായം കുടിച്ച് ഹാപ്പി ആയെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ചായ കുടിച്ച് ഇന്നവരാരും ഹാപ്പി ആയെന്ന് കേട്ടിട്ടില്ല പ്രഭേട്ട. എന്താ അവിടെ? നമ്മുടെ സുബ്രൻ ചത്തോ? ചത്തെങ്കിൽ അവിടെ ചിരിയൊക്കെ കേട്ടണല്ലോ. ഇത് അതൊന്നുമല്ല. എനിക്ക് തോന്നുന്നു പ്രഭേട്ടം വിജയിച്ചത് കൊണ്ട് അപ്പുറത്തെ പഞ്ചായത്തിൽ നിന്ന് വരെ ആൾക്കാർ പുസ്തകം വാങ്ങാൻ വന്നതായിരിക്കും. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ എന്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചതല്ല. ഒന്ന് മാറിക്ക, മാറിക്ക, മാറിക്ക. വായിക്ക്, വായിക്ക്, എല്ലാരും വായിക്ക്. വായിച്ച് വളരെ ചേട്ടാ, ഗാന്ധിജി അറിയ. എന്റെ സുബ്ര, ഞാൻ എന്താ ഈ കാണുന്നത്? പ്രഭാകരൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം. വൈകിട്ടാവുമ്പോൾ 1000 കോപ്പി ഉറപ്പാ. അല്ല, ഇതെന്താ പുസ്തകം പ്ലാസ്റ്റിക് കവറിലാക്കി വെക്കുന്നത്? വലിയ വലിയ ബുക്ക് സ്റ്റാളിലൊക്കെ അങ്ങനെയാ. ഇനി നമുക്ക് കവറുമ്പോ പേര് എഴുതണം, മഹാത്മാ ബുക്സ്, തോന്നൂർക്കര. ദാ കണ്ടില്ലടാ, ഞാൻ ജയിച്ചപ്പോ ആളുകൾക്ക് എന്റെ ആദർശത്തിന്റെ വില മനസ്സിലായത്. നാളുകളായിട്ട് പൊടി പിടിച്ചു കിടന്ന ഗാന്ധിജി അറിയാന്നുള്ള എന്റെ പുസ്തകം ജനങ്ങൾ ആർത്തിയോടുകൂടി വായിക്കാൻ വാങ്ങിച്ചോണ്ട് പോകുന്ന കണ്ടോ? ഇനി തോന്നൂർക്കര നന്നാവും. ചേട്ടാ, 2 കോപ്പി തരൂ. ഒന്നിന്റെ പൈസ നാളെ. പിന്നെ ഇരട്ടി പൈസ കൊടുത്ത ആളുകൾ വാങ്ങാൻ നിൽക്കുമ്പോഴാ കടം തരുന്ന പ്രശ്നമില്ല. അങ്ങനെ പറയാതെ സുബ്ര, ഒരേ സമയത്ത് ഒരു വീട്ടിലെ 2 പേർക്ക് വായിക്കണം തോന്നിയാലോ? ഞാൻ തരാം. ബുക്ക് സ്റ്റാളിന്റെ മേലെ ഞാനാ, ഇവിടത്തെ കാര്യത്തിൽ നേരമുണ്ടാ. നീ ഒന്നും മാറി. ഉറങ്ങാത്ത രാത്രികൾ, സുബ്രൻ തോന്നൂർക്കര. എന്താണത്? വടക്കേപ്പാട്ട് സുശീലിന്റെ ആത്മകഥ ഞാൻ എഴുതി അടുപ്പിച്ചതാ. അടുത്ത എഡീഷനിൽ ഭാഷ ഇത്തിരി ശരിയാക്കണം. അവിടെ ഇവിടെ കേട്ട് ഇത്തിരി തറയായി പോയെന്ന് പറഞ്ഞു വിമർശകര്. ഒരു ഡിജിറ്റൽ ഫീൽ ഉണ്ടാക്കാൻ ഒരു സീഡിയും ഒരു കാലത്ത് മലയാള സിനിമ താങ്ങി നിർത്തിയ ചില സിനിമകളിലെ സീനുകൾ കൂട്ടിച്ചേർത്ത ഒരു മിക്സ്.
ചെറ്റത്തരം ചെയ്യുന്നുട നായേ. ഏത് ബുക്കിലാ നീ ഇത് ചെയ്തെന്നറിയാമോ? സോറി, നല്ല ക്ഷമയുള്ള അഹിംസവാദി ആയതുകൊണ്ട് ഗാന്ധിജി ഇത് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് കരുതി. ഇന്ന് ഞാൻ ആക്രമിച്ച് നാറ്റിക്കലും നശിപ്പിച്ച് കളഞ്ഞോളാം. മോനെ ഇവിടെ ഏതൊരു പുസ്തകം കൊടുക്കണ്ടെന്ന് കേട്ടു. ഇതാ വായിക്കാൻ കണ്ണു പിടിക്കുവോ? അത് പിന്നെ ഇത്തിരി വെള്ളെടുത്തുണ്ടെന്നേ ഉള്ളൂ. കണ്ണട വെച്ച ഒരു കുഴപ്പമില്ല. സാക്ഷരതാ ക്ലാസ്സിൽ നീ എഴുത്തും വായന പഠിപ്പിച്ച ആളാ. ഒരു കോപ്പി കൊടുക്കട്ടെ? ഞാൻ എന്റെ കൈ എഴുത്ത് കോപ്പി തരാം.